റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാറാണ് ഒപ്പം ചേരുന്നത്. സാർ, ഈ CMRലുമായുള്ള വിവാദ സാമ്പത്തിക ഇടപാടിൽ ടി വീണയേക്കാൾ കൂടുതൽ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ള മറ്റാരോ എക്സാലോജിക് IT സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായി EDക്ക് സൂചന ലഭിച്ചു എന്നാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതാരാണ് എന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ED. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ വീണയെ കടത്തിവെട്ടി മറ്റാരോ ആയിരിക്കുമോ ഈ ഫണ്ട് കൈകാര്യം ചെയ്തത്? വീണയെ കടത്തിവെട്ടി എന്ന് പറയാൻ ഒക്കില്ല. വീണ അറിഞ്ഞിട്ടല്ലേ അത് നടക്കുള്ളൂ. അപ്പം അത് കൈകാര്യം ചെയ്തത് തീർച്ചയായിട്ടും കൈകാര്യം ആരെങ്കിലും ചെയ്തെങ്കിലല്ലേ പറ്റുള്ളൂ. ആ പണം എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം അത് വീണയ്ക്കറിയായിരിക്കാം. പക്ഷേ വീണ അങ്ങനെയുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു പ്രതിയായി വരുന്ന ഒരാൾ അയാൾക്കെതിരായിട്ടുള്ള തെളിവുകൾ കൊടുക്കാൻ ബാധ്യസ്ഥരല്ല. അതുകൊണ്ട് വീണ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയേണ്ട ഒരു ആവശ്യം അവർക്കില്ല. പ്രതിസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള അവരാണെങ്കിൽ അതിന് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെയാണ്. അത് വീണയെ കൂടെ അല്ല കണ്ടുപിടിക്കേണ്ടതെന്നാണ് നിയമം അനുസരിച്ച് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മൂന്നാമതൊരാൾ തീർച്ചയായിട്ടും ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. അത് പിണറായി വിജയനാകാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനൊക്കെയുള്ള ബുദ്ധിയും ശക്തിയും അവർക്കൊക്കെ ഉണ്ടല്ലോ, പാർട്ടിക്കും ഉണ്ട്, പാർട്ടിയിൽ അഡ്വക്കേറ്റന്മാർക്കും ഉണ്ട്. അതുകൊണ്ട് സാമാന്യബോധം അനുസരിച്ച് അവർക്ക് വന്ന പണം തീർച്ചയായിട്ടും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ അക്കൗണ്ടിലേക്ക് വരില്ല, ഉറപ്പ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കെങ്കിലും വരുന്നതായ രീതിയിലുള്ള ഒരു റെക്കോർഡും കാണില്ല. ആ പണം പിൻവലിച്ചിട്ടുണ്ടാവും. അത് വിദേശത്തേക്കും പോയിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ദിവസമായിട്ട് നിരന്തരം വീണ വിജയനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ മെറ്റീരിയലായ ഒരു കാര്യങ്ങളിലേക്കും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ചോദിക്കുന്നതിന് എല്ലാ ചോദ്യത്തിനൊന്നും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു നിയമോപദേശം അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അത് തൻ്റെ സ്റ്റാഫിനെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സ്റ്റാഫിന് അതിനൊക്കെ അറിവുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം അത് EDക്കാണ്. അത് വീണയുടെ തലയിൽ വെക്കാൻ ഒക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള ട്രാൻസാക്ഷനൊക്കെ നടത്തിക്കുമ്പം പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരെല്ലാം ബുദ്ധിയുള്ളവരെല്ലാം അതിനൊരു എവിഡൻസ് കൊടുക്കാതെയായിരിക്കും പോകുന്നത്. ഇപ്പം HDFC ബാങ്കിൽ നിന്ന് ചില രേഖകൾ അവിടെ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അവിടുത്തെ ചില രേഖകൾ ഇവർ കടത്തിക്കൊണ്ട് പോയെന്നുള്ള ആക്ഷേപം അങ്ങനെ ഒരു വാർത്തയുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് ആ റെയ്ഡ് കഴിഞ്ഞ ഉടനെ പിണറായി വിജയൻ്റെ റിയാക്ഷൻ കണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അതിനകത്തൊന്നും ഇല്ല എന്നും അത്ര നല്ല കോൺഫിഡൻസാണ് അവരിഷ്ടം പോലെ റെയ്ഡ് ചെയ്തോട്ടെ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ED അതിനോട് അദ്ദേഹം പ്രതികരിച്ചത് നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പം ഈ മൂന്നാമതൊരാൾ ഉണ്ടാവും. പക്ഷേ ആ ആൾ അജ്ഞാതനായിരിക്കും. ആ ആളിൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടാവില്ല. ഈ പണം ഇവർ വിഡ്രോ ചെയ്ത് ക്യാഷായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. സാർ നേരത്തെ സൂചിപ്പിച്ചു ഈ മൂന്നാമതൊരാളുണ്ട്, അത് ED സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പിണറായി അല്ല എന്ന് പറഞ്ഞു. നമുക്കിവിടെ അങ്ങനെ സംശയിക്കത്തക്ക തെളിവുകൾ നമ്മുടെ മുന്നിൽ ഇല്ലതാനും. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലോട്ട് പൈസ പോയിട്ടുണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല. ED അങ്ങനെ സംശയിച്ചിട്ടുമില്ല. അപ്പോൾ പിണറായി അല്ലെങ്കിൽ ED സംശയിക്കുന്ന ആ മൂന്നാമൻ ആരായിരിക്കും? അത് EDക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ആകാം. കാരണം അത് അക്കൗണ്ടിൽ കൂടെ അല്ലല്ലോ പണം കൈമാറ്റം ചെയ്തിരിക്കുന്നത്. അത് വീണ വിജയൻ വിഡ്രോ ചെയ്താൽ മതി. ഇപ്പം 2,78,00,000 രൂപ 10-20 ലക്ഷം രൂപ വെച്ച് അവരങ്ങ് വിഡ്രോ ചെയ്യും പല പ്രാവശ്യമായിട്ട്. അങ്ങനെ വിഡ്രോ ചെയ്യുന്ന പണം അത് ആർക്ക് പോയി എന്നുള്ളതിനും രേഖയുണ്ടാവില്ല. ക്യാഷായിട്ട് മാറിയെടുക്കുകയല്ലേ. അങ്ങനെയായിരിക്കും ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ അത്ര മണ്ടത്തരമൊന്നും അവരാരും കാണിക്കുമെന്നൊരു എനിക്ക് തോന്നണില്ല. ഒരു പിണറായി വിജയൻ്റെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ വേറെ വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് അത് അവർക്കതിനൊക്കെ ഉപദേശം കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അയാളുമായിട്ട് കണക്ട് ചെയ്ത് മൂന്നാമതൊരാളുണ്ടെന്നുള്ള രീതി കണക്ട് ചെയ്ത് പോകും. പക്ഷേ മൂന്നാമതൊരാളില്ല. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അതല്ല, അവിടെ ഒരു സംശയമുള്ളത്, ഈ മറ്റൊരാൾ ഉണ്ട് എന്ന് EDക്ക് സംശയം കൃത്യമായിട്ട് വരുന്നത് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചതുകൊണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ ഈ 2 തവണ വീണ വിജയൻ്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. അതിനുശേഷമാണ്
ഇന്ന് മൂന്നാമതൊരാൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നൊരു സൂചനയുമായി ഇ ഡി വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ? അത് വീണയുടെ മൊഴിയിൽ നിന്നാകാം, അല്ലെങ്കിൽ ഇത്രയും നാൾ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാകാം. അങ്ങനെയും സംശയിക്കേണ്ടേ? നമ്മൾ അങ്ങനെയും സംശയിക്കാം, അല്ലാതെ സംശയിക്കാമല്ലോ. മൂന്നാമതൊരാളുണ്ടല്ലോ, ആ പണം പോയിരിക്കുന്നത് അതിന് ഒരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടോ എവിഡൻസ് ഇല്ല. പണം വിഡ്രോ ചെയ്തിട്ടുണ്ട്, അത് ആരും ആകാം. ഇപ്പം അത് ചെക്കായിട്ടും വേണം ഒരാളുടെ പേര് വെച്ച് അങ്ങ് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ഇവർ തന്നെ സെൽഫായിട്ട് അവർക്ക് വിഡ്രോ ചെയ്യാൻ മേലെ. അങ്ങനെ സാമാന്യ ബോധ്യവും സാമാന്യ ബുദ്ധിയും പിടിക്കപ്പെടാതിരിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ അറിയാവുന്നവരല്ലേ ഇവർ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചെക്കായിട്ട് കൊടുക്കില്ല, ഇവർ തന്നെ സെൽഫ് ആയിട്ട് ചെക്കും വിഡ്രോ ചെയ്താൽ എന്ത് ചെയ്യും? അത് മൂന്നാമതൊരാൾ കൊണ്ടുപോയിരിക്കുകയാണ്. ആ ആളെ അവർ പറയാത്തോടത്തോളം കാലം കണ്ടുപിടിക്കാനും കഴിയില്ല ഇ ഡിക്ക്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എങ്കിൽ കൂടി ഈ ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ എക്സാലോജിക്കുമായി CMRL കരാറിലെത്തുന്നത്. അന്ന് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നിരുന്നത് അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. ഈ കാലയളവിൽ ഈ CMRL കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യുപകാരം ലഭിച്ചിട്ടുണ്ടോ എന്നതിലടക്കമാണ് ഇനി വ്യക്തത വരാനുള്ളത് ഇ ഡിക്ക്. സാർ നേരത്തെ പറഞ്ഞ ഈ മൂന്നാമൻ പിണറായി ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇ ഡി പിണറായിയെ വിളിപ്പിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇല്ല, അദ്ദേഹത്തിലേക്ക് പണം പോയെന്നോ അദ്ദേഹത്തിന് അതിൻ്റെ അകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നോ ഒരു ക്ലൂ കിട്ടിയെങ്കിലല്ലേ വിളിക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് പിണറായി വിജയനെ പോലെ ഒരു വ്യക്തിയെ അങ്ങനെ ചെറിയൊരു ഡൗട്ടിൻ്റെ പേരിൽ അങ്ങനെ വിളിക്കാനായിട്ട് കഴിയില്ല. അതിനൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് കൃത്യമായ എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് പിണറായി വിജയനെ അവർ വിളിക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അതിനുള്ള സാധ്യത വളരെ ബ്ലീക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു എവിഡൻസ് ഒരിക്കലും ഈ പാർട്ടിയുടെ 10-16 വർഷമായിട്ട് പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരുന്ന പാർട്ടിയെ നയിക്കുന്ന സാമ്പത്തികമായി എത്രായിരം കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ എവിഡൻസ് ഒരിക്കലും ഉണ്ടാകില്ല. എവിഡൻസ് അവരുടെ അറിവിൽ ഒരു എവിഡൻസ് അവർ കൊടുക്കാൻ തയ്യാറാവില്ല. അത് തന്നെയല്ല 2012 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 2012 തുടങ്ങിയതാണ് ഈ CMRL. അത് 2016 അധികാരത്തിൽ വന്ന അദ്ദേഹം CMRLുമായിട്ട് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അന്ന് മുതലുള്ള പണം എങ്ങോട്ട് പോയി? കാരണം അങ്ങനെ പല ആൾക്കാരുടെയും പേരിൽ അവർ പണം CMRL ആരുടെയെങ്കിലും പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എവിഡൻസ് ഒരിക്കലും ഉണ്ടാക്കില്ല. കാരണം പണം വരുന്നത് അങ്ങനെയാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് അതൊന്നും ഇ ഡിക്ക് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്ര മണ്ടന്മാരൊന്നും അല്ല വീണ വിജയനും അല്ലെങ്കിൽ പിണറായി വിജയനും അവരുടെ ആ പാർട്ടിയും പ്രസ്ഥാനമൊക്കെ. അതുകൊണ്ട് അങ്ങനെയുള്ള പണമൊന്നും ലഭിക്കാനുള്ള എവിഡൻസ് അവശേഷിപ്പിക്കത്തില്ല. മറ്റൊരു കാര്യം, 1600 കോടിയുടെ ട്രാൻസാക്ഷൻ ഇപ്പം ഇ ഡി ഒക്കെ പറയുന്നുണ്ട് 2019 മുതൽ 2021 വരെ. 2019 മുതൽ 2024 വർഷക്കാലത്തിനിടയ്ക്ക് 1600 കോടി രൂപ. അത് കേരളത്തിൻ്റെ പൊതുസ്വത്താണ്, രാജ്യത്തിൻ്റെ പൊതുസ്വത്താണ്. അതൊരു വ്യക്തിയാണ് അത് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. 1600 കോടി അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ പണം എവിടെ പോയി? അത് കർത്ത പറയേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതാണ് അടുത്ത സ്റ്റേജ് ഞാൻ നോക്കുന്നത്. 1600 കോടിയെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ്, അത് കണ്ടുകെട്ടണമല്ലോ. 1600 കോടി രൂപയും കണ്ടുകെട്ടണം. അത് പ്രോപ്പർട്ടി ആയിട്ടോ പൈസ ആയിട്ടോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഇ ഡി കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് നീങ്ങുമെന്നാണ്. കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണല്ലേ, കേരളത്തിൻ്റെ സ്വത്താണ്, ധാതു മണലെന്ന് പറഞ്ഞ പൊതു സ്വത്താണ്. അതൊരു പ്രൈവറ്റ് ഏജൻസി ഏത് റെക്കഗ്നീഷനും എന്ത് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ശരി അവർ കൊണ്ടുപോകാൻ പാടില്ല. ബേസിക്കായ കാര്യമാണ്. ആ 1600 രൂപ കണ്ടുകെട്ടണം. അതുകൊണ്ട് ഇപ്പം കർത്തായുടെയും ഭാര്യയുടെയും മകളുടെയും മകൻ്റെയും പേരുള്ള ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്തുക്കൾ അത് മുഴുവൻ കണ്ടുകെട്ടണം. കാരണം അത് നമ്മുടെ ഇന്ത്യയുടെ സ്വത്താണ്. ഈ പണം എങ്ങോട്ട് പോയി എന്നുള്ള വളരെ കാര്യമായ ഒരു ചോദ്യം അതിനകത്ത് വരുന്നുണ്ട്. അതിന് കാരണം ഇത്രയും പണം എവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും? അപ്പോൾ അത് ഏത് രീതിയിൽ കൺവേർട്ട് ചെയ്തു? ബിൽഡിംഗ് ആയിട്ടോ എസ്റ്റേറ്റ് ആയിട്ടോ തോട്ടമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബാങ്കിലോ? അപ്പോൾ ആ പണം അതിൻ്റെ
ആ പോക്ക് എങ്ങനെയാണെന്ന് ED അന്വേഷിക്കണം. ED അന്വേഷിക്കുന്നത് മാത്രമല്ല, അത് വിദേശത്തോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും അതിനകത്തുണ്ട്. അതുകൊണ്ട് NIA വരുമെന്ന് നമ്മൾ തുടക്കം മുതലേ പറയുന്നതിന് ഒരു ഉദ്ദേശം അത് തന്നെയാണ്. അത് EDക്ക് പോകാൻ ഒക്കില്ല, CBIക്കോ NIAക്കോ പോകാൻ ഒക്കുള്ളൂ. 1600 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി രാജ്യത്തിൻ്റെ സ്വത്തായിട്ട് തീർക്കണം. ഇത് നമ്മുടെ വിധ്വംസ പ്രവർത്തനം നടത്തുന്ന ഏതെങ്കിലും ഏജൻസിയിലിട്ട് 1 രൂപയെങ്കിലും പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുകൂടെ തീർച്ചയായിട്ടും നോക്കണം. അതിനുള്ള സാധ്യത ഇതിനകത്ത് വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാവരും മറ്റു തലങ്ങളിലെ കേസുകളിലെ പ്രതിയായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാറ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചു വീണയുടെ അറസ്റ്റ് ഉടനടി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന്. പക്ഷേ ഈ മാസപ്പടി കേസിൽ വീണ പ്രതിസ്ഥാനത്ത് തുടരുമെങ്കിലും അവരുടെ അറസ്റ്റ് കൊണ്ട് അന്വേഷണത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്ന തോന്നൽ EDക്കില്ല എന്നാണ് സാറ് പറഞ്ഞതുപോലെ പല പ്രമുഖ മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീണയുടെ അറസ്റ്റ് ഒഴിവാക്കി PMLA പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ വീണയുടെ അറസ്റ്റേ ഉണ്ടാകില്ല എന്നാണോ? അല്ല, ഇപ്പോഴത്തെ ഇതുവരെയുള്ള അന്വേഷണം വെളിയിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന പത്രക്കാരും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് ഒരു ഒഫൻസ് ഇതിനകത്ത് ചെയ്തതായിട്ട് വീണ വിജയൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം അവർ പൈസ വാങ്ങിച്ചതിൽ ഒരു ഒഫൻസും ഇല്ല, അത് അവർ ചിലവാക്കുന്നതിൽ ഒരു ഒഫൻസും ഇല്ല. ആ പണം ഇന്ത്യയുടെ വിദേശത്തോട്ട് കടത്തിയെന്നുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കെതിരായിട്ടുള്ള ഒഫൻസ് നിൽക്കുകയുള്ളൂ. അങ്ങനെ കടത്തിയത് നിയമവിധേയമാണോ അല്ലെങ്കിൽ നിയമവിരുദ്ധമാണോ, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അനുവാദം ഇല്ലാതെയാണോ അത് കടത്തിയിരിക്കുന്നത്, അങ്ങനെയെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തൊരു കുറ്റം കാണുന്നുള്ളൂ. ഈ പണം ഇവിടെ തന്നെ ചിലവാകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഒഫൻസായിട്ട് എനിക്ക് തോന്നുന്നില്ല. 174 കോടി രൂപയുടെ ഒക്കെ ഒരു കണക്കൊക്കെ വെളിയിൽ പറയുന്നുണ്ട് പുതിയ AKG സെൻറ്റർ പണിതപ്പൊക്കെ. അപ്പോൾ അതിലേക്കൊക്കെ പണം ഒഴുകി പോകാമല്ലോ. അങ്ങനെ വീണ വിജയന് വന്ന പണം അത് പാർട്ടി ഫണ്ടിലേക്ക് പോയാൽ ഇന്ത്യയിൽ അതൊരു ഒഫൻസല്ല, EDക്കൊന്നും ചെയ്യാൻ ഒക്കില്ല എന്നാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത്. ഓക്കെ സാർ, പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഈ ചോദ്യം ചെയ്യലിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് വീണ നൽകിയത് എന്നാണ് വാർത്തകൾ വന്നത്. നമ്മൾ അതേക്കുറിച്ച് ചർച്ച ചെയ്തതുമാണ്. ഇതേ കേസിൽ ഈ SFIO കണ്ടെത്തിയ രേഖകളും ED റെയ്ഡിൽ പിടിച്ചെടുത്ത തെളിവുകളും നിരത്തി കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിൽ വീണയിൽ നിന്ന് കുറച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചു എന്ന വാർത്തകളും വരുന്നുണ്ട്. അറസ്റ്റ് ഒഴിവാക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ വീണയെ ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഇനിയും വിളിപ്പിക്കും. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം 29-ാം തീയതി അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് അവർ നേരത്തെ വന്നു പോയി. അവരങ്ങോട്ട് വോളണ്ടറി ചെയ്ത് അല്ലെങ്കിൽ ED വിളിച്ചപ്പോൾ ഞാൻ നാളെ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് വന്നു പോയവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇതിനകത്ത് പൂട്ടാൻ പറ്റുന്ന ഒരു സംഗതികളും ഇതുവരെ ഇല്ല എന്ന് വീണ വിജയന് ബോധ്യമുള്ളതുകൊണ്ടല്ലേ അവർ വിളിക്കുന്നതിന് മുമ്പേ ചാടിക്കേറി അങ്ങ് പോയത്. അത് അവർ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഏത് ലൈനിലാണ് ED നീങ്ങുന്നത്. ഇവർക്കെതിരായിട്ട് എന്തെങ്കിലും രേഖയോ എന്തെങ്കിലും തെളിവോ EDയുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ്. EDയുടെ കയ്യിൽ ഒന്നുമില്ല. ഇവർ പണം വാങ്ങിച്ചതിൻ്റെ രേഖയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. 2,78,00,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ രേഖ ഉണ്ടാവും. അത് തിരിച്ച് അവർ എങ്ങനെയാണ് ബാങ്കിൽ നിന്ന് അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളത്, അത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് എടുക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭവം ഇതുവരെ EDയുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതിൻ്റെ അന്വേഷണ ശേഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ മാത്രമേ ഒരു അറസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുള്ളൂ. അതുവരെ ഇവരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. പല പ്രാവശ്യം വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം അവരെ 29-ാം തീയതി ചിലപ്പോൾ വീണ്ടും വിളിക്കും. അതുതന്നെയല്ല, അവരെ സംബന്ധിച്ച് ഒരു ലിമിറ്റഡ് ഏരിയ മാത്രമേ ഉള്ളൂ. 1600 കോടി രൂപ വന്നു പോയത് എങ്ങോട്ട് പോയി? എത്രയോ ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. വീണ വിജയൻ പണം കൈപ്പറ്റിയതുപോലെ ഇവിടുത്തെ കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും കൈപ്പറ്റിയിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു കൈപ്പറ്റൽ മാത്രമേ വീണ വിജയൻ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്തോട്ടുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ പണം അവിടെ വന്നേനെ. 2,78,00,000 രൂപയേ ഉള്ളൂ. അതിനകത്ത് തന്നെ ഒരു 50 ലക്ഷം രൂപ അവർ തന്നെ ഇവർക്ക് അടയ്ക്കാൻ മേലാതെ വന്നപ്പോൾ അവർ തന്നെ ഫൈനാൻസ് 50 ലക്ഷം കൊടുത്തിട്ട് അവരുടെ 49 ലക്ഷം രൂപ തിരിച്ചടപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു എമൗണ്ട് മാത്രമേ ഇവരിലേക്ക് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് അത് കർത്താവ് എങ്ങോട്ട് നിക്ഷേപിച്ചു എന്ന് നമ്മൾ അറിയണ്ടേ? ഇത് ആ 1600 കോടി രൂപയുടെ കണക്ക് വിളി വന്നതോടുകൂടി ഇതൊരു ചെറിയ നെഗ്ലിജിബിൾ എമൗണ്ട് അല്ലേ 2,78,00,000 രൂപ ഉള്ളൂ. അപ്പോൾ 1600 കോടി രൂപ അതെവിടെ പോയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും അത് വലിയൊരു സ്ഫോടനാത്മകമായ സംഭവമായിരിക്കും അത് വെളിയിൽ വരുമ്പം, നമ്മൾ വിചാരിക്കുന്ന പോലെ. അതേ സമയത്ത് സർക്കാരിൻ്റെ KSIDCയിൽ ഏകദേശം കുറച്ച് ഷെയർ
ഈ CMRL കമ്പനിയിലുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ട് എടുത്ത തീരുമാനം അതിനകത്ത് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. സർക്കാരിനെ എന്തിനാണ് അതിനകത്ത് കൊണ്ട് ചേർത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതേസമയത്ത് ഈ ഈ കരിമണൽ ഇപ്പോൾ അത് ചവറയിലെ ആന്ധ്രയിലുള്ളൊരു കമ്പനിയുമായിട്ട് ചേർന്ന് വീണ്ടും ഒരു എഗ്രിമെൻറ്റ് വന്നതായിട്ടും അവിടെ അങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതായിട്ടൊക്കെ വാർത്തകൾ ധാരാളം വരുന്നുണ്ട്. അതിനകത്ത് ഒത്തിരി തട്ടിപ്പുകളുണ്ട്. അത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിൻ്റെ ഒരു മേഖലയാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? ഈ ചെറിയ എമൗണ്ട് ഒരു 1 കോടിയോ 2 കോടിയോ ഒക്കെ ഓരോ, അല്ലെങ്കിൽ 50 ലക്ഷം 60 ലക്ഷം വരെ രാഷ്ട്രീയക്കാരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയെങ്കിലും 1600 കോടി രൂപ എവിടെ കൊണ്ടുപോയി? അവിടെയാണ് നമ്മളിപ്പം കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് നാഷണലൈസ് ചെയ്യേണ്ട പൈസയാണ്. 1600 കോടി രൂപയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പോക്കറ്റിൽ വരണം. പൊതുജനങ്ങളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ പണമാണ് ഈ പ്രൈവറ്റ് ഏജൻസി അത് കൈക്കലാക്കിയത്. തന്ത്രപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് അവർക്ക് ചെറിയ പൈസയൊക്കെ കൊടുത്തിട്ടാണ് ഈ ആയത്. ഇതെവിടെ പോയി എന്നാണ് ഇത് നാഷണലൈസ് ചെയ്യണം. അടിയന്തരമായിട്ട് ED അല്ലെങ്കിൽ നാഷണൽ ഏജൻസി ഇത് നാഷണലൈസ് ചെയ്യണം. അതിനുശേഷം ഈ ഒരു പരിപാടി നിർത്തി അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലോ ആക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിന് നല്ലൊരു വരുമാനമായ ഏരിയയാണിത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ വേണം ഇനി കാര്യങ്ങൾ നീക്കാനെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇതിൻ്റെ പുറകെ പോയത് കുഴപ്പമില്ല. ഈ പണം എങ്ങോട്ട് പോയെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇടിക്ക് സാധിക്കുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷേ വീണ വിജയൻ്റെ പണം അവർ തന്നെ വിഡ്രോ ചെയ്ത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ, കാരണം അവരൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവരെ പിടിക്കപ്പെടുന്ന ഒരു സംഗതി, കാരണം അനധികൃതമായി വരുന്ന പണമല്ലേ ഇത്. ആ പണം തീർച്ചയായിട്ടും അവർ എന്തെങ്കിലും അന്വേഷണം വരുമെന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് അതിനകത്തൊരു ഒഫൻസ് കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ സാർ, ഈ സ്ഫോടനാത്മകമായ പല വിവരങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് സൂചിപ്പിച്ചു. ഇപ്പോൾ മൂന്നാമതൊരാൾ ഉണ്ട് എന്ന് EDയും സംശയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രതിപട്ടികയിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ ഇനി? അതിന് വളരെയധികം സാധ്യതയുണ്ട്. കാരണം EDയുടെ അന്വേഷണം, അതിൽ പല വിവരങ്ങളും നമുക്കിപ്പോൾ അറിയില്ല. എങ്കിലും വീണ വിജയൻ്റെ ഒരു മുഖ്യമന്ത്രിയുടെ മകളായി പോയതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ അത് ഇനി വാർത്താ പ്രാധാന്യം വന്നത്. പക്ഷേ അവരുടെ തട്ടിപ്പോ അല്ലെ വെട്ടിപ്പോ എന്നുള്ള രീതിയിലല്ല, അവർക്ക് കൊടുത്ത പണം അവരെങ്ങനെ വിനിയോഗിച്ചു എന്നുള്ള കാര്യം മാത്രമേ ഇപ്പം പ്രസക്തിയുള്ളൂ. അതിൽ കൂടുതൽ പണം വന്നുപോയ കമ്പനിയാണ് CMRL. അവിടെയാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടിയത് വരുന്നത്. ആ പണം 1600 കോടി രൂപ നമ്മൾ ആലോചിക്കണം. 2019 2023 വരെയാണ് 1600 കോടി വരുന്നത്. അത് 2012 മുതൽ എത്രായിരം കോടി വന്നു പോയിട്ടുണ്ട്. ഈ പണമെല്ലാം കൂടെ എങ്ങോട്ട് പോയി? അതൊരു സ്ഫോടനാത്മകമായ ഒരു സംഭവം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓരോ ദിവസവും പുതിയ അപ്ഡേറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി സാർ.